ഭർത്താവ് മരിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു കമ്പനി മാത്രമായിരുന്നില്ല, 7,000 കോടി കടത്തിൽ മുങ്ങിയ ബാധ്യത കൂടിയായിരുന്നു. പക്ഷേ അവർ അത് കൈവിടില്ലെന്ന് തീരുമാനിച്ചു. അവർ വീണ്ടും അതിനെ ഉയർത്തി. അവരുടെ ഭർത്താവാണ് VJ സിദ്ധാർത്ഥ, കഫേ കോഫി ഡേയുടെ സ്വപ്ന സാക്ഷാത്കാരകൻ. ബാംഗ്ലൂരിലെ ഒരു ചെറിയ കഫേയിൽ നിന്നും 1700-ൽ കൂടുതൽ ഔട്ട്ലെറ്റുകളുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോഫി ചെയിൻ. പക്ഷേ വളർച്ചയെ പിന്തുടർന്നപ്പോൾ കടങ്ങൾ, ഇൻവെസ്റ്റർമാർ, സമ്മർദ്ദം, ഇതെല്ലാം കൂടി 7,000 കോടി കടമായി മാറി. 2019-ൽ ആ ദുരന്തം സംഭവിച്ചു. സിദ്ധാർത്ഥ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. കമ്പനിയും സ്വപ്നവും തകർന്ന അവസ്ഥ. അപ്പോഴാണ് സിദ്ധാർത്ഥയുടെ ഭാര്യയായ മാളവികയെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേൽക്കുന്നത്. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം: സിദ്ധാർത്ഥ നിർമ്മിച്ചതെല്ലാം രക്ഷിക്കുക. അവരെടുത്ത തീരുമാനങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായിരുന്നു. വില കൂട്ടിയില്ല, അതിനു പകരം നഷ്ടം വരുത്തുന്ന കഫേകൾ അടച്ചു. ലാഭത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കഫേ കോഫി ഡേയുടെ സ്വന്തമായ 20,000 ഏക്കർ പ്ലാന്റേഷനുകളിൽ നിന്നും പ്രീമിയം അറബിക്ക കോഫി ലോകരാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവരുടെ കൃത്യതയും സ്ഥിരതയും ഫലം കണ്ടു. 7,000 കോടി കടം 2025 425 കോടിയായി കുറഞ്ഞു. നഷ്ടത്തിൽ നിന്നും നേതൃത്വത്തിലേക്ക്, ദുരന്തത്തിൽ നിന്നും വിജയത്തിലേക്ക്. മാളവിക ജീവൻ നൽകിയത് ഒരു കമ്പനിക്ക് മാത്രമായിരുന്നില്ല, സ്വന്തം ഭർത്താവിന്റെ സ്വപ്നങ്ങൾക്ക് കൂടിയായിരുന്നു. ലീഡർഷിപ്പ് എന്നത് എല്ലായ്പ്പോഴും വലിയ ശബ്ദമല്ല, ചിലപ്പോഴത് ശാന്തമായ ധൈര്യമാണ്, അടിയുറച്ച വിശ്വാസമാണ്, ആരംഭിച്ചത് പൂർത്തിയാക്കാനുള്ള മനസ്സാണ്. ഇതുപോലുള്ള ബിസിനസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.